സുകുമാരക്കുറുപ്പ് മോഡൽ കൊലപാതകം ബാംഗ്ലൂരിലും. കേരളത്തെ പിടിച്ചുലച്ച കൊലപാതകമായിരുന്നു സുകുമാരക്കുറുപ്പിന്റേത്. സംസ്ഥാനത്തെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ദുരൂഹത നിറഞ്ഞ സംഭവം നടന്നിട്ട് 40 വർഷത്തോളമായി. ഇപ്പോഴിതാ ഇതേ രീതിയിൽ ബാംഗ്ലൂരിലും ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. പക്ഷേ ഇൻഷുറൻസ് തുക ലഭിക്കാൻ സ്വന്തം മരണം ആവിഷ്കരിച്ച ബാംഗ്ലൂരിലെ വ്യവസായിയും സുഹൃത്തും ഒടുവിൽ അറസ്റ്റിലായി. ഹോസ്കോട്ടെ സ്വദേശി മുനിസ്വാമി ഗൌഡ, ലോറി ഡ്രൈവർ ദേവേന്ദ്ര നായക എന്നിവരാണ് അറസ്റ്റിലായത്. മുനിസ്വാമി ഗൌഡയോട് സാമ്യം തോന്നുന്ന വ്യക്തിയെ കണ്ടെത്തിയ ഗൌഡയും ഭാര്യ ശില്പ റാണിയും ഇയാളെ തന്ത്രപൂർവ്വം കൊലപ്പെടുത്തുകയും ഇൻഷുറൻസ് തുക കൈക്കലാക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. ഓഗസ്റ്റ് 13-നായിരുന്നു കൊലപാതകം. ഗൌഡയും ഭാര്യ ശില്പ റാണിയും വിവിധ ഇൻഷുറൻസുകളിൽ അംഗത്വമെടുത്തിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടതോടെ ഇൻഷുറൻസ് തുക വാങ്ങാൻ ഇവർ ഗൌഡയുടെ മരണം ആവിഷ്കരിക്കുകയായിരുന്നു. ഗൌഡയോട് സാമ്യം തോന്നുന്ന ഭിക്ഷാടകനെ കണ്ടെത്തിയ ശേഷം ഇരുവരും അദ്ദേഹവുമായി സൗഹൃദത്തിലായി. യാത്ര പോകാനെന്ന് പറഞ്ഞ് ഭിക്ഷാടകനെ കാറിൽ കയറ്റി യാത്ര തുടർന്നു. ആളൊഴിഞ്ഞ പ്രദേശത്തെത്തിയതോടെ കാറിന്റെ ടയർ പഞ്ചറായെന്ന് പറഞ്ഞ് ഗൌഡ കാറിൽ നിന്നും പുറത്തിറങ്ങി. പിന്നാലെ സഹായിക്കാൻ ആവശ്യപ്പെട്ട് കൂടെ വന്നയാളെയും കാറിൽ നിന്നിറക്കി. മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ലോറിയുമായി എത്തിയ ഗൌഡയുടെ സുഹൃത്ത് ദേവേന്ദ്രയുടെ വാഹനത്തിനടിയിലേക്ക് പ്രതികൾ ഭിക്ഷാടകനെ തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. റോഡപകടമെന്ന് തോന്നിക്കും വിധത്തിലായിരുന്നു സംഭവങ്ങൾ. അധികം വൈകാതെ സംസ്കാരവും നടത്തി. ഭർത്താവ് വാഹനമിടിച്ച് തന്റെ കൺമുന്നിൽ വെച്ച് കൊല്ലപ്പെട്ടുവെന്ന് ഭാര്യ ശില്പ പോലീസുകാരെയും ധരിപ്പിച്ചു. ഇതിനിടെ ഇൻഷുറൻസ് തുക കൈപ്പറ്റാനുള്ള നീക്കവും സംഘം നടത്തിയിരുന്നു. എന്നാൽ ഇതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെ പിടിക്കപ്പെടുമോ എന്ന ഭയം ഉടലെടുത്തു. ഇതോടെ സഹായത്തിനായി സുഹൃത്തായ പോലീസ് ഉദ്യോഗസ്ഥനെ സമീപിക്കുകയും ചെയ്തു. മരണപ്പെട്ടുപോയ ഗൌഡയെ ജീവനോടെ കണ്ടതോടെ അമ്പരന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതോടെയാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. പിന്നാലെ ഇദ്ദേഹം പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. സംഭവത്തിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇയാളുടെ ഭാര്യ ശില്പ നിലവിൽ ഒളിവിൽ കഴിയുകയാണ്. 1984 ജനുവരി 22-നാണ് സുകുമാരക്കുറുപ്പും ബന്ധുവും ഡ്രൈവറും ചേർന്ന് NJ ചാക്കോ എന്ന ഫിലിം റെപ്രസെന്റേറ്റീവിനെ മാവേലിക്കര കുന്നത്തിന് സമീപം കാറിലിട്ട് ചുട്ടുകൊന്നത്. താനാണ് മരിച്ചത് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഗൾഫിൽ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്നും ഇൻഷുറൻസ് പണമായി 8 ലക്ഷം രൂപ തട്ടിയെടുക്കുകയായിരുന്നു കൊലയുടെ ഉദ്ദേശം. വർഷം ഇത്ര പിന്നിട്ടിട്ടും സുകുമാരക്കുറുപ്പിനെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. പിടികിട്ടാപ്പുള്ളിയായി സർക്കാർ രേഖകളിൽ കുറുപ്പ് ഇപ്പോഴും തുടരുകയാണ്.